അപ്പൊ ദൈവത്തെ സംബന്ധിച്ച് ആണ് നമ്മൾ പറയുന്നത്. ഇപ്പോ നമ്മൾ കാണുന്ന യഹൂദന്റെ ദൈവം, ഇതാണൊരു പ്രോബ്ലം. ഈ യഹൂദന്റെ ദൈവം നമ്മുടെ ദൈവമാണ്. അല്ല, യഹൂദന്റെ ദൈവം നമ്മുടെ ദൈവമാക്കിയില്ലെങ്കിൽ നമുക്കെന്തോ ഒരു കുഴപ്പമുണ്ട്. അപ്പൊ അതിനുവേണ്ടിയുള്ള കൊണ്ടുപിടിച്ച പരിശ്രമങ്ങളാണ് നടത്തുന്നത്. ഇപ്പൊ സത്യസുവിശേഷം കേൾക്കുമ്പോൾ പല ആളുകൾക്കും പൊള്ളലേൽക്കുകയാണ്. ഇവിടെ പൗലോസ് ശ്ലീഹായുടെ ഒരു പ്രസ്താവനയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പൗലോസ് ശ്ലീഹ ആരായിരുന്നു എന്ന് നമ്മൾ ഈ ലൈവിൽ ഒരു 500 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതിൽ എനിക്കൊരു മടിയില്ല. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. പൗലോസ് ശ്ലീഹ പറഞ്ഞിട്ടുണ്ട്, അത് ആവർത്തിച്ച് പറയുന്നതിൽ എനിക്കൊരു വിഷമവും ഇല്ല. കാരണം പൗലോസ് ശ്ലീഹ പറയുന്നത് അദ്ദേഹം എബ്രായരിൽ നിന്നുള്ള എബ്രായനാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ വലിയേറി വന്നതോ ദത്തെടുത്തതൊന്നുമല്ല. തനി 916 എബ്രായനാണ്. ഞാൻ എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ. പൗലോസ് ശ്ലീഹയുടെ ക്രെഡൻഷ്യൽസ് ആണ് പൗലോസ് ശ്ലീഹ പറയുന്നത്. ഇപ്പൊ എന്നെ വിമർശിക്കുന്ന, അല്ലാതെ ഈ ഗ്ലോറിയസ് ഗോസ്പലിനെ എതിർക്കുന്ന ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ക്രെഡൻഷ്യൽ ഉണ്ടോ എന്ന് ചിന്തിക്കണം. പല ആളുകളും ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ യഹോവവാദികൾ ഇങ്ങനെ നടക്കുന്നു. അപ്പൊ നിങ്ങളിൽ ആർക്കെങ്കിലും ഈ പൗലോസ് ശ്ലീഹായ്ക്കുള്ള പോലെ ഒരു ക്രെഡൻഷ്യൽ ഉണ്ടോ? പൗലോസ് ശ്ലീഹ പറയാണ്, ഞാൻ എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ഞാൻ ഇസ്രായേൽ ജാതിക്കാരൻ, ഞാൻ ബെന്യാമിൻ ഗോത്രക്കാരൻ, ഞാൻ 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഞാൻ ന്യായപ്രമാണത്തിലെ നീതി നിമിത്തം അനിന്യൻ, ഞാൻ ന്യായപ്രമാണത്തോടുള്ള തീഷ്ണ നിമിത്തം ക്രൈസ്തവ സഭയെ ഉപദ്രവിച്ചവൻ, ഞാൻ ഗമാലിയേലിന്റെ കാൽക്കീഴിൽ ഇരുന്ന് പഠിച്ചവൻ, എനിക്ക് റോമ പൗരത്വം ജന്മനാ സിദ്ധിച്ചു. അദ്ദേഹത്തിന്റെ ക്രെഡൻഷ്യൽസ് ഇങ്ങനെ നീണ്ടു പോവാണ്. ന്യായപ്രമാണം സംബന്ധിച്ച് താൻ പരീശനാണ്. എന്ന് പറഞ്ഞാൽ സദൂക്യനല്ല. സദൂക്യൻ എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല. അപ്പൊ ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ, ന്യായപ്രമാണത്തോടുള്ള തീഷ്ണ നിമിത്തം സഭയെ ഉപദ്രവിച്ചവൻ, ഗമാലിയേലിന്റെ കാൽക്കീഴിൽ ഇരുന്ന് പഠിച്ചവൻ. വാസ് ഗ്രാജുവേറ്റഡ് ഫ്രം ദ സ്കൂൾ ഓഫ് ലോ, ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ദെൻ. അപ്പൊ ഇത്ര ഭയങ്കര ക്രെഡൻഷ്യൽസ് ആണ്. അപ്പൊ അതിനേക്കാൾ അപ്പുറത്ത് ഒരു യഹൂദനില്ല. ഇപ്പൊ ഇവിടെ പല ആളുകളും ഇതൊക്കെ ന്യായീകരിക്കാൻ വേണ്ടിയൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പൊ പൗലോസ് ശ്ലീഹായുടെ ഒന്നും അത്രയും യഹൂദനല്ലല്ലോ നിങ്ങളാരും. പൗലോസ് ശ്ലീഹ പറയാണ്, അവർ പരിജ്ഞാനപ്രകാരം അല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവർ എന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു. യഹൂദന്മാരെ പറ്റി പൗലോസ് ശ്ലീഹ പറയാണ്, സാക്ഷ്യം പറയാണ്. For I bear them record that they have a seal of God, but not according to knowledge. They have a seal of God. എരിവുണ്ട്, പക്ഷെ അറിവില്ല. ഇന്ന് ഈ ഓൺലൈൻ പോരാളികൾക്കും ഒക്കെ സംഭവിക്കുന്നതാണ്. ഒത്തിരി ആളുകൾ എന്നെ എതിർക്കാനൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് ഈ കമന്റിൽ വന്നിട്ട് ഇങ്ങനെ ഈ പട്ടി ഏറ് കൊണ്ടു കഴിയുമ്പോൾ മോങ്ങുന്നൊരു ശബ്ദമുണ്ട്. ഇപ്പോഴൊന്നും ആരും പട്ടികളെ അങ്ങനെ എറിയാറില്ല. പണ്ടൊക്കെയാണ് പട്ടിക്കെട്ട് എറിയുമ്പോൾ പട്ടി ഒരു വല്ലാത്ത ദയനീയമായ ഒരു കരച്ചിലുണ്ട്. അതുപോലത്തെ കരച്ചിൽ ശബ്ദം ഈ കമന്റിനകത്ത് മുഴുവൻ കാണാം. ഇങ്ങനെ കരച്ചിൽ. എന്നാ അവർക്കോ അവരുടെ മേലാളന്മാർക്കോ അവരുടെ സ്പോൺസർമാർക്കോ അവരുടെ പാസ്റ്റർമാർക്കോ ആർക്കും നേരിട്ട് വന്ന് സംസാരിക്കാനുള്ള പ്രാപ്തിയില്ല. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഇവന്മാർക്ക് ആകെ ഉള്ളതൊരു എരിവാണ്. പല പച്ചമുളകും കടിച്ചതായിരിക്കും. അപ്പൊ എരിവുണ്ട്, പക്ഷെ അറിവില്ല. ഇത് യഹൂദന്മാരെ പറ്റി പൗലോസ് ശ്ലീഹ പറഞ്ഞാണ്. അവർക്ക് ഭയങ്കര എരിവാണ്. ദൈവത്തെ സംബന്ധിച്ച് എരിവാണ്, ഭയങ്കരമാണ്. നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അതാണ്. എന്താ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. അതൊന്നും ഞങ്ങളോട് ചോദിക്കരുത്. ഞങ്ങൾക്ക് ഭയങ്കര എരിവാണ്. അപ്പൊ എരിവുണ്ട്, പക്ഷെ അറിവില്ല. വേണ്ടി വന്ന് തല്ലിപ്പിടിപ്പിക്കുക, അത്രമാത്രം ആവേശമൊക്കെ ഉണ്ട്.
യഹോവയ്ക്ക് വേണ്ടി വാളെടുക്കും വേണ്ടി വന്നു, എന്തും ചെയ്യും. പക്ഷെ ഇത് എന്താണ്, ആരാണ്, എങ്ങനെയാണ്, എവിടുന്നാണ്, എങ്ങോട്ടാണ്, ഒരു ഉത്തരവില്ല. അപ്പൊ അറിവില്ലാത്ത എരിവ്, ദ സീൽ വിത്തൗട്ട് നോളജ്, അതാണ് ഇന്നിപ്പം ഉള്ളത്. യെസ്, നിങ്ങൾക്ക് സീൽ ഉണ്ടെന്ന് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ ഡു യു ഹാവ് ദ നോളജ്? അറിവുണ്ടോ? അതേപ്പറ്റി പറയാൻ അറിയോ എന്തെങ്കിലും? അയ്യോ, അതിപ്പം പറഞ്ഞു വന്നു കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ, പരിജ്ഞാനമില്ലാത്ത എരിവെന്ന് പറയും. ഈ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ തൊഴിലാളികളായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അവർ പരിജ്ഞാനപ്രകാരമല്ലെങ്കിലും ദൈവത്തെ സംബന്ധിക്കുന്ന ദൈവത്തെ സംബന്ധിച്ച് എരിവ് ഉണ്ട് എന്ന് ഞാൻ പറയും. അപ്പൊ പരിജ്ഞാനപ്രകാരമല്ല, പക്ഷെ എന്തുണ്ട്, ദൈവത്തെ സംബന്ധിച്ച് എരിവുണ്ട്. അങ്ങനെ എരിവുണ്ടായിട്ട് ചുമ്മാ എരിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇപ്പം അറിവ്, നോളജ് വേണം. എന്താണ് നോളജ്? അപ്പൊ നോളജിന്റെ പ്രാധാന്യം യേശുക്രിസ്തു പറയുന്നുണ്ട്. ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. അറിയുന്നത് തന്നെ നിത്യജീവൻ. അപ്പൊ അറിയുന്നില്ലെങ്കിൽ എങ്ങനെയാണ് നിത്യജീവൻ ഉണ്ടാകുക? അപ്പൊ ദൈവത്തിന്റെ പരിജ്ഞാനം, ദ നോളജ് ഓഫ് ഗോഡ്, പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനം, നോളജ് ഓഫ് ദ ഹോളി, പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനം. ഡു യു ഹാവ് ദാറ്റ് നോളജ്? ഓൺലി ദാറ്റ് മാറ്റേഴ്സ്. ദൈവത്തെക്കുറിച്ച് അറിവുണ്ടോ? അപ്പോ ദൈവം സ്നേഹമാകുന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, ദൈവത്തെ ആരും ഒരു നാളും കേട്ടിട്ടുമില്ല, ദൈവത്തെ ആരും ഒരു നാളും അറിഞ്ഞിട്ടുമില്ല. യോഹന്നാൻ ശ്ലീഹ സുവിശേഷം എഴുതുമ്പോൾ താൻ ആമുഖമായിട്ട് എഴുതുന്ന അധ്യായത്തിൽ തന്നെ താൻ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. യോഹന്നാൻ ശ്ലീഹ അധ്യായം തിരിച്ചൊന്നും അല്ല എഴുതി കേട്ടോ, പിന്നീട് അധ്യായം തിരിച്ച് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അൻറ്റിൽ ദെൻ നോബഡി ഹാസ് എവർ സീൻ ഗോഡ്. അപ്പൊ അൻറ്റിൽ ദ ഇൻകാർണേഷൻ നോ വൺ ഇൻ ദ ഹിസ്റ്ററി ഹാസ് എവർ സീൻ ഗോഡ്. ദിസ് ഈസ് ദ ക്രിസ്ത്യൻ ഫെയ്ത്ത്. നിങ്ങൾ അവിടെ കിടന്ന് കിളച്ചിട്ടും മറിച്ചിട്ടും ഒന്നും ഒരു കാര്യവുമില്ല. അർത്ഥശങ്കയ്ക്കിടയില്ലാതെ കൃത്യമായിട്ട് പറയുകയാണ്. അതുകൊണ്ട് ഈ സുവിശേഷം, ഗ്ലോറിയസ് ഗോസ്പൽ പറയും, വിട്ടുവീഴ്ചകൾക്കോ ഒത്തുതീർപ്പിനോ തയ്യാറില്ല, വിട്ടുവീഴ്ചകൾക്കോ ഒത്തുതീർപ്പുകൾക്കോ വഴങ്ങാതെ കൃത്യമായി ഈ ദൈവശാസ്ത്രം പ്രഖ്യാപിക്കും. എന്താണ് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞത്? ഏകജാതന, ദൈവത്തിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ ആ ദൈവത്തെ വെളിപ്പെടുത്തുന്ന നാള് വരെ ആരും ദൈവത്തെ കണ്ടിട്ടില്ല. നോ വൺ ഹാസ് എവർ സീൻ ഗോഡ്. യേശു കർത്താവ് പറയാണ്, നിങ്ങളുടെ പിതാക്കന്മാർ അവന്റെ ശബ്ദം കേട്ടിട്ടില്ല. സോ someone claimed that we heard a sound. ഈ അടുത്ത കാലത്ത് കൊട്ടാരക്കരയിലെ കൊച്ചു പാസ്റ്റർ ശബ്ദം കേട്ടു എന്ന് പറഞ്ഞു. If someone make a claim that I heard his voice, യേശുക്രിസ്തു അവരെ കണ്ണിക്കാണ്. നോ നോ നോ, you have never heard his sound. If someone make a claim that I have seen God, John the Apostle refute ചെയ്യാണ്, no one has ever seen God until the incarnation. അപ്പൊ ഇൻകാർണേഷൻ വരെ ആരും ഒരു നാളും
ദൈവത്തെ കണ്ടിട്ടില്ല. ആരും ഒരു നാളും ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ടില്ല. അപ്പോ ദൈവത്തെ കണ്ടിട്ടില്ല, ദൈവത്തെ കേട്ടിട്ടില്ല. എത്ര കൃത്യമായിട്ടാണ് പറയുന്നത്. അപ്പൊ ഇത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഇവിടെ കോംപ്രമൈസ് കൊണ്ടുവരികയാണ്. കോംപ്രമൈസ്. എന്തിനാണ് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്നത്? ഒത്തുതീർപ്പ്. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ്. നമ്മൾ ഈ പഴയ കാലത്ത് ഈ ഭിത്തിയൊക്കെ പണിയുമ്പോൾ തൂക്കുകട്ട എന്ന് പറഞ്ഞ് ഒരു സാധനമുണ്ട്. അപ്പൊ പഴയ കാലത്തെ മേസ്തിരിമാര് ഒരു മുഴക്കോലും ഒരു തൂക്കുകട്ടയുമായിട്ട് വന്നിട്ടാണ് ഈ കെട്ടിടം പണിയുന്നത്. ഈ വീടൊക്കെ പണിയുന്ന ഭിത്തിയൊക്കെ കെട്ടുന്നത്. അപ്പൊ ഇത് രണ്ടും ലെവല് നോക്കാനാണ്. ഒരു ഇഷ്ടിക വെച്ച് പണിതിട്ട് അതിന്റെ മുകളിൽ വെക്കുന്ന ഇഷ്ടിക അതിന്റെ സൈഡിൽ തൂക്കുകട്ട വെച്ച് നോക്കുക അത് ലെവലാണോ എന്ന്. അല്ലെങ്കിൽ ഭിത്തി വളഞ്ഞും ചെരിഞ്ഞും ഒക്കെ പോവും. അപ്പൊ ഭിത്തി ചെരിഞ്ഞു പോകാതിരിക്കാൻ തൂക്കുകട്ടയും വളഞ്ഞു പോകാതിരിക്കാൻ മുഴക്കോലും ഉപയോഗിച്ച്, അപ്പൊ ഇന്ന് ക്രൈസ്തവന്റെ കയ്യിൽ ലഭിച്ചിട്ടുള്ള, ക്രൈസ്തവന്റെ കയ്യിൽ നൽകിയിട്ടുള്ള ഒരു തൂക്കുകട്ടയാണ് ദൈവം സ്നേഹമാകുന്നു. ഈ തൂക്കുകട്ട നിങ്ങൾ കയ്യിൽ പിടിക്കണം, എപ്പോഴും കയ്യിൽ കരുതണം. എവിടെ ഒരു നിർമ്മിതി കണ്ടാലും ആ നിർമ്മിതിയെ ഈ തൂക്കുകട്ട വെച്ച് ലെവലാണോ എന്ന് നോക്കണം. തൂക്കുകട്ട വെച്ച് ലെവലാണോ എന്ന് നോക്കണം. ലെവൽ അല്ലെങ്കിൽ അതെന്തുമായി പോകട്ടെ, നമുക്ക് അതിന്റെ മുകളിൽ പണിയാമെന്ന് പറഞ്ഞാൽ ആ ഭിത്തി ചെരിഞ്ഞു പോകും. ചെരിഞ്ഞു പോയതൊക്കെ പീസായിലെ ഗോപുരം നിൽക്കുന്ന പോലെ ചെരിഞ്ഞു നിൽക്കില്ല, അതൊക്കെ മറിഞ്ഞു പോകും. അതിനൊന്നും നിലനിൽപ്പില്ല. അപ്പൊ നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നേരെ പണിയണം. നേരെ പണിയണമെങ്കിൽ തൂക്കുകെട്ട്, തൂക്കുകെട്ട പിടിക്കണം. ആ തൂക്കുകെട്ട എന്താണെന്ന് അറിയാമോ? ആ തൂക്കുകെട്ടയാണ് ദൈവം സ്നേഹം ആകുന്നു. ദൈവം സ്നേഹം തന്നെ. ദ വെരി എസൻസ് ഓഫ് ഗോഡ് ഈസ് ലവ്. അപ്പൊ ദൈവം എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. അപ്പൊ എന്താ? ഇവരുടെ കയ്യിലിരിക്കുന്ന കുറച്ച് പഴഞ്ചൻ സിദ്ധാന്തങ്ങളും അറുപഴഞ്ചൻ പ്രമാണങ്ങളുമുണ്ട്. അതൊക്കെ എന്ത് ചെയ്യണം? വെളുപ്പിച്ചെടുക്കണം. വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി ഈ കോൺട്രാക്ടർ പണിത് ഇഷ്ടിക കെട്ടി, ഇപ്പൊ 2000 ഇഷ്ടിക കെട്ടി വെച്ചിരിക്കുകയാണ്. പക്ഷെ 2000 ഇഷ്ടിക കെട്ടി വെച്ചത് ലെവലിലല്ല. അപ്പൊ സൂപ്പർവൈസർ വന്നിട്ട് തൂക്കേട്ട വെച്ച് നോക്കുകയാണ്. തൂക്കേട്ട വെച്ച് നോക്കുമ്പോ ലെവലല്ല. അപ്പൊ എന്ത് ചെയ്യണം? പൊളിക്കണം. അയ്യോ, അതെങ്ങനെ പൊളിക്കുന്നേ? അപ്പൊ എന്ത് ചെയ്യണം? അഡ്ജസ്റ്റ്മെന്റ്. അതിനെയാണ് ഈ ഒത്തുതീർപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഒത്തുതീർപ്പ് എന്താണ്? ഒത്തുതീർപ്പ് വ്യവസ്ഥ. തൂക്കുകട്ട ചളുക്കാം. തൂക്കട്ടയുടെ മുകളിൽ ഇങ്ങനെ ഒരു ചതുരക്കട്ട ഉണ്ടല്ലോ, ഒരു ക്യൂബ്, അത് സൈഡ് അപ്പം ചേന്തി റെഡിയാക്കി കഴിഞ്ഞാൽ വെക്കുമ്പോൾ കറക്റ്റ് നേരെ വരും. ചെരിച്ച് ചേന്തിയാൽ മതി. കൊള്ളാമല്ലോ വീഡിയോ. അല്ല പിന്നെ തൂക്കട്ടയുടെ അടിയിൽ കിടക്കുന്ന ലോഹം കൊണ്ടുള്ള ഒരു കഷ്ണമുണ്ട്, അത് ചുറ്റിയേക്ക് അടിച്ച് ചളുക്കാം. അപ്പൊ നമുക്ക് ലെവലാക്കാം. ഇതിനെയാണ് ഒത്തുതീർപ്പെന്ന് പറയുന്നത്. ഇതാണ് ക്രൈസ്തവർ വ്യാപകമായിട്ട് ചെയ്തത്. യഹൂദന്റെ പ്രാകൃതമായ ഗോത്രീയമായ ആചാരങ്ങളും സിദ്ധാന്തങ്ങളും പ്രമാണങ്ങളും പ്രവൃത്തികളും ആധുനിക ലോക മനസാക്ഷിയുടെ മുമ്പിൽ വെളുപ്പിച്ചെടുക്കുന്നതിൻ്റെ ഹോൾസെയിൽ കോൺട്രാക്റ്റ് എടുത്തിട്ട് ക്രിസ്തീയ സുവിശേഷ തൊഴിലാളികൾ വ്യാപകമായിട്ട് അതങ്ങനെയായിരുന്നു, ഇതിങ്ങനെയായിരുന്നു, അത് മറ്റേ ചാതിയായിരുന്നു, അതിനെ നമുക്ക് എങ്ങനെ ഇതിനെല്ലാം കൂടെ ഒപ്പിക്കുന്നത്? ഉയ്യോ, അത് ദൈവമായിരുന്നു, YHWH വല്ലാത്ത ആണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളുകളെ ഭ്രമിപ്പിക്കുകയാണ്. ഒന്നിനും ഉത്തരവില്ല. ഒരുപാട് ജാർഗൺസ് ഉപയോഗിച്ച് വിശദീകരിക്കാൻ നോക്കുകയാണ്, പരിശ്രമിക്കുകയാണ്. നമ്മെ സംബന്ധിച്ച് അങ്ങനത്തെ യാതൊരു ആവശ്യങ്ങളുമില്ല. ക്രിസ്തുവിന്റെ നിർമ്മലമായ സുവിശേഷമാണ് നമ്മൾ പ്രഘോഷിക്കുന്നത്. അപ്പൊ യേശു ക്രിസ്തു വളരെ വ്യക്തമായിട്ട് പറയാണ്, യോഹന്നാൻ ശ്ലീഹ പറയാണ്,
ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല അൻറ്റിൽ ദ ഡേ ഓഫ് ഇൻകാർണേഷൻ. കാരണം അവിടെ എഴുതിയിരിക്കുന്നു, തന്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തി. ദാറ്റ്സ് ഹാപ്പൻഡ് ഇൻ ദ ഇൻകാർണേഷൻ. സോ അൻറ്റിൽ ദ ഡേ ഓഫ് ഇൻകാർണേഷൻ നോ വൺ ഹാസ് എവർ സീൻ ഗോഡ്. യേശുക്രിസ്തു പറയാണ്, എന്നെ അയച്ച പിതാവ് താനും എന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ അവന്റെ ശബ്ദം ഒരു നാളും കേട്ടിട്ടില്ല, അവന്റെ രൂപം കണ്ടിട്ടില്ല. You have neither heard his voice at any time, at any time, at any time, at any time. ഒരിക്കലും നിങ്ങൾ പിതാവിന്റെ ശബ്ദം കേട്ടിട്ടില്ല. മനുഷ്യവർഗം ഈ പിതാവിന്റെ ശബ്ദം ആദ്യമായിട്ട് കേൾക്കുന്നത് യോർദാനിലാണ്. ഞാൻ വീണ്ടും പറയാം, മനുഷ്യവർഗം ഈ പിതാവിന്റെ ശബ്ദം മനുഷ്യവർഗത്തിൽ നിന്നൊരാൾ ആദ്യമായി കേൾക്കുന്നത് യോർദാനിലാണ്. അവിടെയാണ് പറഞ്ഞത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ദിസ് ഈസ് മൈ ബിലവഡ് സൺ, ഇവന് ചെവി കൊടുപ്പി. അത് യോർദാനിൽ കേട്ടു. പിന്നെ അവർ നടന്നു പോകുന്ന വഴിമധ്യേ കേട്ടു. പിന്നെ താബോർ മലയുടെ മുകളിൽ മറൂപമലയിൽ വെച്ച് കേട്ടു. 3 പ്രാവശ്യം ഡ്യൂറിങ് ദ മിനിസ്ട്രി ടൈം ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ് 3 പ്രാവശ്യം പിതാവിന്റെ ശബ്ദം മുഴങ്ങി. 3 പ്രാവശ്യവും പിതാവിന് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, ദിസ് ഈസ് മൈ ബിലവഡ് സൺ, ദിസ് ഈസ് മൈ ബിലവഡ് സൺ, ഇതെന്റെ പ്രിയപുത്രനാണ്. ഇന്ന് നമ്മുടെ നെക്സസ് ക്ലാസ് നടന്നുകൊണ്ടിരുന്നപ്പോൾ, ഇപ്പോൾ ഗ്ലോറിയസ് നെക്സസ് ക്ലാസ് ഈസ് ഗോയിങ് ഓൺ. 2 more സെഷൻസ് ഉണ്ട്. 2 ശനിയാഴ്ച കൂടെ കഴിയുമ്പോൾ നെക്സസ് ക്ലാസ് ക്ലോസ് ചെയ്യും. ജനുവരി 18 അടുത്ത ബാച്ച് നമ്മൾ തുടങ്ങും. പുതിയ ബാച്ചിന്റെ പേര് ന്യൂഹൊറോ എന്നാണ്. ഗ്ലോറിയസ് ന്യൂഹൊറോ ബാച്ചിൽ ആർക്കെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ദിസ് ഈസ് ദ ലാസ്റ്റ് ഡേ എന്ന് വേണം നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. gloriousgospel.net വെബ്സൈറ്റിൽ ചെന്നാൽ അവിടെ ഗ്ലോറിയസ് ന്യൂഹൊറോ എന്നൊരു ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. പിന്നെ ഒരാൾ സംശയം ചോദിച്ചു. അപ്പൊ അദ്ദേഹം ചോദിച്ചതാണ്, ഈ മറൂപമലയിൽ ഈ ഏലിയാവും മോശയും ഒക്കെ എന്തിനാണ് വന്നത്? അപ്പൊ അവരുടെ ഒന്നും ദൈവവിശ്വാസവും ദൈവസങ്കല്പവും ഒന്നും ശരിയല്ലെങ്കിൽ എന്തിനാണ് വന്നത്? മറൂപ പെരുന്നാളൊക്കെ ഉണ്ട് നമുക്ക്, അല്ലേ? രൂപാന്തര പെരുന്നാൾ. അപ്പൊ മോശയും ഏലിയാവും അവിടെ വന്നു, കേമന്മാരാണ്. പത്രോസിന്റെ ഉള്ളുണർന്നു, അവന്റെ ഉള്ളിലെ യഹൂദൻ ഉണർന്നു. പത്രോസിന്റെ കുഞ്ചിരോമം വടി പോലെ നിന്നു. മോശയും ഏലിയാവിനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പത്രോസിന്റെ ആ ഉറക്കച്ചടവൊക്കെ അങ്ങ് മാറി, ആളങ്ങ് ഉഷാറായി. പെട്ടെന്ന് തന്നെ പുള്ളി കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ലെറ്റ് മീ മേക്ക് 3 tabernacles here. ഓ, ഞാൻ 3 കുടില് ഇവിടെ കെട്ടാം. ലെറ്റ് മീ മേക്ക് 3 tabernacles. 1 for you, and 1 for Moses, and 1 for Elijah. അപ്പൊ എലിജായുടെയും മോശയുടെയും ഒപ്പം ഒരാളായിട്ട് യേശുവിനും 3 പേർക്കും കൂടി. പെട്ടെന്നൊരു മേഘം അവിടെ നിഴലിട്ടു, അതിൽ നിന്ന് ഇടിമുഴക്കം പോലെ ഒരു ശബ്ദം, ദിസ് ഇസ് മൈ ബിലവഡ് സൺ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പി. എന്നാ ഇവർക്കും കൂടെ ചെവി കൊടുപ്പി. നോ 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 നോ, അയ്യോ, അത് പ്രവാചക പ്രവരൻ മോശ, യെസ്. മറ്റേ ഏലിയാവ്, യെസ്. ഡു നോട്ട് ലിസൺ ടു ദം, ഡു നോട്ട് ലിസൺ ടു ദം. ചെവി കൊടുക്കാൻ പാടില്ല. അപ്പൊ പത്രോസിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്തയുണ്ട്. ഓരോ യഹൂദന്റെയും ഉള്ളിൽ പല കുടിലുകൾ ഇരിപ്പുണ്ട്. ആ കുടിലുകളിൽ ഇരിക്കുന്നവരെ മുഴുവൻ ഒന്നടങ്കം ഒരൊറ്റ വാക്കുകൊണ്ട് കുടിയൊഴിപ്പിക്കാനാണ് രൂപാന്തരത്തിന്റെ മലമുകളിലേക്ക് ഈ സ്ലീഹന്മാരെ കയറ്റിക്കൊണ്ടുപോയത്. അവന്റെ ഹൃദയത്തിൽ നിന്ന് അടിച്ചിറക്കുക, മലയിൽ നിന്നല്ല. ഈ മേഘം പ്രത്യക്ഷപ്പെട്ട് ഈ ശബ്ദം മുഴങ്ങിക്കഴിഞ്ഞപ്പോൾ
പത്രോസ് നോക്കിയപ്പം ഏത് മാർഗം പോയെന്നറിയത്തില്ല. മോശയും കാണാനില്ല, ഏലിയാവിനെയും കാണാനില്ല, യേശു മാത്രം. ഡു നോട്ട് ലിസൺ ടു ദം. അവരെ കേൾക്കരുത്. ദൈവപിതാവ് പറഞ്ഞില്ല, എന്നാ പിന്നെ അവരും നമ്മുടെ ദാസന്മാരൊക്കെ ആയിരുന്നു, ഒക്കെ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് ആ സൈഡിൽ ഇരുന്നോ. നോ നോ കോംപ്രമൈസ്, നോ കോംപ്രമൈസ്. ഒരു ഒത്തുതീർപ്പുമില്ല, ഒരു വിട്ടുവീഴ്ചയുമില്ല. ഒത്തുതീർപ്പുകൾക്കും വിട്ടുവീഴ്ചകൾക്കും വഴങ്ങാത്ത ഒരു സുവിശേഷ ശബ്ദമാണ് പിതാവായ ദൈവത്തിങ്കൽ നിന്ന് വന്നത്. ഒത്തുതീർപ്പുകൾക്കും വിട്ടുവീഴ്ചകൾക്കും തയ്യാറാവാത്ത, അതിന് മുതിരാത്ത ഒരു സുവിശേഷ നിലപാടായിരുന്നു കർത്താവായ യേശുക്രിസ്തുവിൻ്റെത്. ഒത്തുതീർപ്പുകൾക്കും വിട്ടുവീഴ്ചകൾക്കും വഴങ്ങാത്ത, വശം വദനാകാത്ത ഒരു നിലപാടാണ് യോഹന്നാൻ ശ്ലീഹായുടേത്. ഒത്തുതീർപ്പുകൾക്കോ വിട്ടുവീഴ്ചകൾക്കോ വഴങ്ങാത്തൊരു നിലപാടായിരുന്നു പൗലൂസ് അപ്പോസ്തലന്റേത്. പിന്നെ എന്നു മുതലാണ് നമ്മൾ ഈ ഒത്തുതീർപ്പുകൾക്കും വിട്ടുവീഴ്ചകൾക്കും വഴങ്ങാൻ തുടങ്ങിയത്? പ്രലോഭനങ്ങളിൽ വശംവദനാകാൻ തുടങ്ങിയത്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ദിസ് ഈസ് മൈ ബിലവഡ് സൺ, ഇവന് ചെവി കൊടുപ്പീൻ. നിങ്ങൾ അവിടെ ഇവിടെ പോയി അവരുടെ ഇവരുടെ നോ 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 യോ ഏലിയാവ്, ഈശോ, അയ്യോ മോശ, നോ, this is my beloved son. Then what about them? I don't know. No endorsement from father's side. No endorsement. Nothing. അപ്പം ഇവിടെ ഒത്തിരി പേരങ്ങ് പറയുന്നു മറുരൂപമലയിൽ മോശ വന്നു, ഏലിയാവ് വന്നു, എന്നിട്ട് എന്തുണ്ടായി? ഉറി പോലെ പോയി എന്ന് പറഞ്ഞാൽ അവരെ 7 കണ്ടം വഴി ഓടിച്ചു ഇട്ടുപോക്കോളാൻ മതി, ഈ പ്രദേശത്ത് കണ്ടുപോകരുത്. അപ്പൊ രൂപാന്തരത്തിൻ്റെതായ മലമുകളിൽ വിലപേശലുകളുമായിട്ട് ആര് പ്രത്യക്ഷപ്പെടുകയാണ്? മോശയും ഏലിയാവും പ്രത്യക്ഷപ്പെടുകയാണ്. വിലപേശലുകൾ വിലപ്പോയില്ല. നോ, ഇത് എൻ്റെ പ്രിയപുത്രനാണ്. ഹി ഹാസ് എ മിഷൻ. He has a mission to accomplish, and he will accomplish that mission without the help of Moses and Elijah. നിങ്ങൾ ഇതെല്ലാം കൂടെ കൂട്ടിക്കെട്ടേണ്ട ആവശ്യമില്ല. പുതിയ തുണിക്കഷ്ണം പഴയ തുണിക്കഷ്ണവുമായിട്ട് നിങ്ങൾ കൂട്ടി ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതാണ് ഒരു കുടിലാണ് ക്രിസ്ത്യാനിറ്റിയിൽ. ദിസ് ഇസ് ഓൺലി വൺ ടാബർനാക്കിൾ. നിങ്ങളുടെ ഹൃദയത്തിൽ എന്തേ ഉണ്ടാകാമുള്ളൂ? ഒരു ടാബർനാക്കിളേ ഉണ്ടാകാവൂ. നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരു ടാബർനാക്കളെ ഉണ്ടാകാവുള്ളൂ. ഒത്തിരി ടാബർനാക്കള് ഉണ്ടാകരുത്. ഒത്തിരിയൊന്നുമില്ല, 3 അയ്യോ, ഒന്ന് നമ്മുടെ മോശയ്ക്ക്, ഒന്ന് നമ്മുടെ ഏലിയാവിന്, അയ്യോ മോശമായിപ്പോയി. അപ്പൊ അവരെ ഓടിച്ചു വിട്ടത് മോശമായിപ്പോയി. നിങ്ങൾക്കറിയാമോ ഇത് ആരാ ചോദിച്ചതെന്ന്? ഞാൻ 3 കുടിലുണ്ടാക്കട്ടെ എന്ന് ചോദിച്ചാരാ? പത്രോസ്ലീഹയാണ്. ആ പത്രോസ്ലീഹ എന്ന യാഥാസ്ഥിതിക യഹൂദന്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള കുടിലുകൾ ഉണ്ടായിരുന്നു. ആ കുടിലുകളെ ഒരരുളപ്പാട് കൊണ്ട് പൊളിച്ചു കളഞ്ഞു പിതാവായ ദൈവം. നോ, in Christianity there is no option for Moses or Elijah. നിങ്ങൾ അതിനെ കൂട്ടിഫിറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. അത് ശ്രമിച്ചത് പത്രോസ്ലീഹയാണ്. പത്രോസ്ലീഹയോട് പറഞ്ഞു നോ. പിന്നീട് പത്രോസ്ലീഹ ലേഖനം എഴുതുമ്പോൾ ഈ കാര്യം എഴുതുന്നുണ്ട്. ഇതുണ്ടോ? നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ, അവരുടെ ഭീഷണത്തിങ്കൽ ഭയപ്പെടുകയും കലങ്ങുകയും അരുത്. എന്നിട്ട് പറയാണ്, എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിക്കുവീൻ. എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിക്കും. ഇംഗ്ലീഷ് നോക്ക്, ബട്ട് സാങ്ക്ടിഫൈ ദ ലോർഡ് ഇൻ യുവർ ഹാർട്ട്സ്. ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജിക്കുവീൻ. ക്രിസ്തുവിനെ നിങ്ങളുടെ
POC ബൈബിളിൽ അങ്ങനെ എഴുതിക്കുന്നത്, ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജിക്കുവിൻ, ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വിശുദ്ധീകരിപ്പീൻ എന്ന്. വിശുദ്ധീകരിക്കാൻ ഞാൻ വേർതിരിക്കുക. ദാറ്റ് മീൻസ് നിങ്ങളുടെ ഹൃദയത്തിൽ എന്തേ ഉണ്ടാകാവുള്ളൂ? ക്രൈസ്റ്റ് മസ്റ്റ് ഹാവ് എ യുണീക് പ്ലേസ് ഇൻ യുവർ ഹാർട്ട്. Please don't share that position with anyone else. Even with Moses or Elijah. ഒരു യഹൂദനെ സംബന്ധിച്ച് അവരൊക്കെ വലിയ വലിയ ആളുകളാണ്, പ്രോമിനന്റ് ഫിഗേഴ്സ് ആണ്. അവരെ ഒന്നിനെയും കർത്താവിനോട് കൂടെ കൂട്ടിച്ചേർക്കരുത്. ഒരു പൊസിഷനേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവിനാണ്. കാരണം ക്രിസ്തുവിന് മുമ്പ് ആരും ദൈവത്തെ കണ്ടിട്ടുമില്ല, ആരും ദൈവത്തെ കേട്ടിട്ടുമില്ല. അത് ദൈവത്തെ കണ്ടിട്ടുണ്ട്, പക്ഷെ പിതാവിനെ കണ്ടിട്ടില്ല, പിതാവിനെ കേട്ടിട്ടില്ല. മറ്റു ഇസ്രായേൽ ദൈവമൊക്കെ ഉണ്ടായിരുന്നു. ആ ശബ്ദങ്ങളും ആ അത്ഭുതങ്ങളും ആ പ്രവൃത്തികളും ഒക്കെ നടന്നിട്ടുണ്ട്, ബോത്ത് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്. പക്ഷെ അത് പിതാവായ ദൈവത്തെ അല്ല അവർ കണ്ടത്. വളരെ കൃത്യമായിട്ട് യേശു ക്രിസ്തു പഠിപ്പിക്കുക. അപ്പൊ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ദൈവം സ്നേഹമാകുന്നു എന്നുള്ളതാണ്. അയ്യോ, അപ്പൊ അതേക്കും ആളുകൾ അങ്ങ് ഇളകുകയാണ്. ദൈവം സ്നേഹമാകുന്നത് കേൾക്കുമ്പോൾ കോപം വരും ആളുകൾക്ക്. കാരണം മതമനുഷ്യന് കോപം വരും, ജഡമനുഷ്യന് കോപം വരും, ലോകമനുഷ്യന് കോപം വരും. ദൈവം സ്നേഹമാകുന്നു എന്ന് കേട്ടാൽ കോപം വരാത്ത ആത്മീയന് മാത്രമേ ഉള്ളൂ. അവരുടെ എണ്ണം വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് അവർ അതിനെ എന്ത് ചെയ്യും? സൈഡ് ലൈൻ ചെയ്യും. ദൈവം സ്നേഹമാണ്, ദൈവം സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ സ്നേഹം മാത്രമൊന്നും അല്ല കേട്ടോ. പിന്നെ ബൈബിളിൽ പറയുന്നുണ്ടോ ദൈവം വേറെ വല്ലതും കൂടെയാണ്? ദൈവം സ്നേഹമാകുന്നു എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. ദൈവം വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞാൽ വെളിച്ചമാണ്. ദൈവം വെളിച്ചമാകുന്നു. അവിടെ കൊണ്ട് നിർത്തിയോ? ഇല്ല. ആ ശ്വാസത്തിൽ, ആ വാചകത്തിൽ തന്നെ കൂട്ടിച്ചേർക്കുക, അവനിൽ ഇരുട്ട് ഒട്ടും ഇല്ല. അപ്പൊ ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. ആബ്സല്യൂട്ട് ലവ്, ആബ്സല്യൂട്ട് ലൈറ്റ്, ആബ്സല്യൂട്ട് ലവ്, ആബ്സല്യൂട്ട് ലൈറ്റ്. ദൈവം തികഞ്ഞ സ്നേഹമാണ്, ദൈവം തികഞ്ഞ വെളിച്ചമാണ്. കലകളില്ലാത്ത, നിഴലുകളില്ലാത്ത, ഗതിഭേദമില്ലാത്ത, ആച്ഛാദനമില്ലാത്ത സ്നേഹമാണ്, പ്രകാശമാണ്, ജീവനാണല്ലേ ദൈവം. ഇതാണ് ക്രിസ്ത്യൻ ദൈവശാസ്ത്രം. മറ്റേതൊക്കെ വേറെ കോംപ്രമൈസിങ് ആണ്. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം, കുറച്ചൊക്കെ ആകാം. ഇപ്പൊ ഒരു ബാങ്കിൽ നിന്ന് ഇങ്ങനെ 1,00,000 രൂപ കൊടുക്കുക, അന്നേരം പറഞ്ഞു, എടാ 8,000 രൂപയുടെ കള്ളനോട്ട് വെക്ക്, കുഴപ്പമില്ല. 1,00,000 രൂപയാണ്, 1,00,000 രൂപ. അപ്പോൾ 1,00,000 രൂപ എന്ന് പറയുമ്പം 100ന്റെ 1000 നോട്ടാണ് അല്ലേ? അതിനകത്തൊരു 80 നോട്ട് കള്ളനോട്ട് വെക്കുക. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. അതിനകത്ത് കള്ളങ്ങൾ തിരികെ കയറ്റിയത്, കള്ളനോട്ട് തിരികെ കയറ്റിയത് ഈ പെന്തക്കോസ്തുകാരാണ്, പ്രൊട്ടസ്റ്റന്റുകാരാണ്, കരിസ്മാറ്റിക്കാരാണ്. അങ്ങനെയുള്ള ആളുകളാണ്. ദൈവം സ്നേഹം മാത്രമല്ല, ദൈവം വേറെ എന്തൊക്കെയോ കൂടിയാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ദൈവത്തിന് കോപം വരും, ദൈവം ചൂടാകും, ദൈവം കൊല്ലും, അത്യാവശ്യം റേപ്പ് ചെയ്യും, ജനോസൈഡ് ചെയ്യും, ഇതൊക്കെ ചെയ്യും. തൂക്കട്ട അടിച്ച് ചളുക്കി കളഞ്ഞു. നോ, ഇതാണ് ദൈവത്തിന്റെ പരിജ്ഞാനം. അപ്പൊ പരിജ്ഞാനപ്രകാരമല്ലാത്ത എരിവാണ്. എരിവ് മൂത്ത് കഴിയുമ്പോൾ പരിജ്ഞാനമില്ലാത്ത പ്രവൃത്തിയും അവർ ചെയ്യും. എരിവ് മൂത്ത് കഴിയുമ്പോൾ പരിജ്ഞാനമില്ലാത്ത പ്രവൃത്തിയും അവർ ചെയ്യും. അതുകൊണ്ട് പൗലോസ്ലീഹ പറയാണ്, ക്രിസ്തീയ വിശ്വാസ പോരാട്ടത്തെക്കുറിച്ച്, ക്രിസ്തീയ വിശ്വാസ പോരാട്ടത്തെക്കുറിച്ച്, വാർഫെയർ, സ്പിരിച്വൽ വാർഫെയർ. വാട്ട് ഈസ് സ്പിരിച്വൽ വാർഫെയർ? 2 Corinthians chapter 10 verse 3, 2 Corinthians 10:3. അപ്പൊ അവിടെ പറയാണ്, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവർ എങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ അപ്പൊ ദൈവത്തിന്റെ പോരാട്ടം, സ്പിരിച്വൽ വാർഫെയർ ഈസ് ദിസ്. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും അടുത്ത വാക്യം നോക്ക്, ദൈവത്തിന്റെ പരിജ്ഞാനത്തിന്
വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞു. ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞു. എന്താണ് ദൈവത്തിന്റെ പരിജ്ഞാനം? അപ്പൊ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ? ഈ കോട്ടകൾ പണിയുക, കോട്ടകൾ. അപ്പൊ ഇഷ്ടിക വെച്ച് കെട്ടി കെട്ടി പൊക്കി. അതെന്തല്ലായിരുന്നു? ഈ തൂക്കുകട്ട വെച്ച് നോക്കാത്ത പണിയായിരുന്നു. അയ്യോ, അത് എത്ര കട്ട കെട്ടി, എത്ര മനോഹരമായി കെട്ടി, എത്ര അധ്വാനിച്ചു, എത്ര പണച്ചെലവായി, ഇതൊന്നും വിഷയമല്ല. ഇടിച്ചു കളയുമെന്നാ പൗലോസ് പറയുന്നേ. അവയാ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞു. എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞു, ഇടിച്ചു കളഞ്ഞു, ഇടിച്ചു കളഞ്ഞു. അയ്യോ, നമുക്കത് ഇടിച്ചു കളയാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇത് കുറെ നാളായിട്ട് നമ്മുടെ അപ്പനപ്പൂപ്പന്മാരായിട്ട് കെട്ടിവെച്ചിരിക്കുന്നത്. അത് ശരി, ഇടിച്ചു കളയണം. അയ്യോ, അതിപ്പോ ഒരു പാരമ്പര്യം പോലെ. എന്തു പാരമ്പര്യം? ഇടിക്കടാ, ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായിട്ടുള്ളത് ഇടിക്ക്. അയ്യോ, അതിപ്പം ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാം ഇടിക്കണം. യേശു കർത്താവ് എന്ന് വെച്ച് പറഞ്ഞു, യഹൂദന്മാർ പറഞ്ഞു, ശിഷ്യന്മാര് പറഞ്ഞു. എന്തു വലിയ പണിയാണിത്! ഭയങ്കര കല്ലാണ്. യെരൂശലേം ദേവാലയം പണിയുന്ന ഒരു കല്ലിന് 20 ടൺ ഭാരമുണ്ട്. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും, 20,000 കിലോ ഭാരമുള്ള കല്ലാണ്. അത്രയും കല്ലാണ് ഒരു കല്ലിന്റെ മേൽ കല്ല് കയറ്റി വെച്ച് പണിത് വെച്ചിരിക്കുന്നത്. കർത്താവെ കാണൂ, എത്ര വലിയ കല്ല്, എത്ര വലിയ പണി! ഇതെന്തൊരു അതിശയമാണ്! What a magnificent structure is this. Yes. കർത്താവ് പറഞ്ഞു, ഇടിഞ്ഞു പോകാതെ കല്ലിവിടെ കല്ലിമേ ശേഷിക്കത്തില്ല. അത് ബുദ്ധിമുട്ടാവത്തില്ലേ? ഇടിക്കുമായിരിക്കും, പക്ഷെ കല്ലിമേ ശേഷിക്കാതെ പോവാന്ന് പറഞ്ഞാൽ അപ്രായോഗികവുമാണ്, അസാധ്യമാണ്. കാരണം ഈ ബിൽഡിംഗ് ഇടിച്ചാൽ തന്നെ 20,000 കിലോ ഭാരമുള്ള കല്ലുകളാണ് ഇരിക്കുന്നത്. മുകളും മേൽക്കൂരയൊക്കെ കത്തിക്കാന്നുള്ളാൽ ഈ കല്ല്, ഒരു കല്ലിന്റെ മേൽ ഒരു കല്ല് പോലും ഇരിക്കില്ല. ഇടിച്ചു തീർന്നു കഴിയുമ്പോൾ ഒരു കല്ലിന്റെ മേൽ ഒരു കല്ല് പോലും ഇരിക്കത്തില്ല. അത്രമാത്രം ഇതിനെന്ത് ചെയ്യും? സ്കാറ്റർ ചെയ്യും. ഈ ബിൽഡിങ്ങിന്റെ റിമൈൻസ് മുഴുവൻ സ്കാറ്റർ ചെയ്ത് കളയും. അത്ര അസാധ്യമായ ഒരു പ്രവചനമാണ് യേശുക്രിസ്തു നടത്തിയത്. കാരണം ഇടിഞ്ഞു പോകുന്നുള്ള പ്രവചനം മേ ബി പ്രോബബിളി വേണമെങ്കിൽ നടക്കാം. പക്ഷെ ഇടിഞ്ഞാലും ഒരു കല്ലിന്റെ മേൽ ഒരു കല്ല് പോലും ഇരിക്കുകയെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ക്വൈറ്റ് ഇംപോസിബിൾ. ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും, അത് എത്ര പഴക്കമുള്ളതാണെങ്കിലും, എത്ര പാരമ്പര്യമുള്ളതാണെങ്കിലും, എത്ര മനോഹരമാണെങ്കിലും, എത്ര ചെലവേറിയ പണിയാണെങ്കിലും ഇടിക്കണം. അയ്യോ, അതിപ്പോ നമ്മൾ കുറച്ച് പഴയ നിയമ വായനയുടെ പുസ്തകം എല്ലാം പ്രിന്റ് ചെയ്തു, എല്ലാ പള്ളിയിലും ഇരിപ്പുണ്ട്. യഹോവയെ സ്തുതിക്കുന്ന പുസ്തകമാണ്. അതെല്ലാം കൂടെ മാറ്റണമെങ്കിൽ എത്ര രൂപ വേണം? കത്തിച്ചു കളയണം. അപ്പോ അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞു. ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. ഏത് വിചാരത്തെയും. മനസ്സിലായോ? ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ. ചിലയിടത്തൊക്കെ മതിലോ ഭിത്തിയൊന്നും അല്ല, ഇത് പണിത് ഈ ഉയർച്ച ഇത് പണിത് ചിലർ വലിയ കോട്ട കെട്ടി വെച്ചിരിക്കുക. കോട്ട, ആ കോട്ടകളെ ഇടിക്കണം. അങ്ങനെ കോട്ടകളെ ഇടിക്കാൻ ശക്തിയുള്ള ആയുധമാണ് നമ്മുടെ കയ്യിൽ നൽകപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ബോധ്യത്തിലാണ് നമ്മൾ ഈ പണിക്കിറങ്ങിയിരിക്കുന്നത്. ഇടിച്ചിരിക്കും, അത് ഇടിക്കാൻ വേണ്ടി തന്നെ ഇറങ്ങിയിരിക്കുന്നു. ഇടിച്ച് പൊളിക്കും. ഇടിക്കുന്ന പവറല്ലേ? അതല്ലേ പറഞ്ഞേ, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളത് തന്നെ. നമ്മളതിനെ പുൾ ഡൗൺ ചെയ്യും.
ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ഒരു ഉയർച്ചയും നിലനിൽക്കരുത്. ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയെയും ഇടിച്ചു കളയണം. അടുത്തത്, ഏത് വിചാരത്തെയും, വിചാരം എന്ന് പറഞ്ഞാൽ തോട്ടാണ്, ദർ ആർ ഡിഫറെന്റ് തോട്ട്സ്, നമ്മൾ അതിനെ മുഴുവൻ ക്യാപ്ചർ ചെയ്യണം. ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചെടുക്കണം. ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചെടുക്കണം. ഏത് വിചാരം? ഇതാണ് ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന. ദൈവത്തിന്റെ പരിജ്ഞാനം, ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹമാവും. സ്നേഹം എന്നത് ഒരു ബന്ധമാണ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം. ആ സ്നേഹബന്ധം തന്നെ സൃഷ്ടികളോടും സ്ഥാപിക്കുവാൻ, അതിൽ ഓൾറെഡി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നതാണ്. സൃഷ്ടികളെ അതിന്റെ അവബോധത്തെ ഉളവാക്കുവാൻ, അതിനാണ് ഇൻകാർണേഷൻ, സീസൺ ഓഫ് ഇൻകാർണേഷൻ, and we are about to celebrate the feast of incarnation. ഇൻകാർണേഷന്റെ പെരുന്നാൾ ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ എത്രയോ ക്രിസ്തുമസുകൾ നമ്മൾ ആഘോഷിച്ചു കഴിഞ്ഞു. എത്രയേറെ ക്രിസ്തുമസുകൾ ആഘോഷിക്കും, നമുക്ക് ക്രിസ്തുമസിന്റെ യഥാർത്ഥ മെസ്സേജ് മനസ്സിലായി. യഥാർത്ഥ മെസ്സേജ്, ദൈവം നമ്മോട് കൂടെ. അദൃശ്യനായ ദൈവം ദൃശ്യനായി തീർന്നു, ദൂരസ്ഥനായ ദൈവം സമീപസ്ഥനായി തീർന്നു. കേൾക്കാൻ പറ്റാതിരുന്ന ദൈവത്തെ കേൾക്കാൻ പറ്റി, കാണാൻ പറ്റാതിരുന്ന ദൈവത്തെ കാണാൻ പറ്റി, തൊടാൻ പറ്റാതിരുന്ന ദൈവത്തെ തൊടാൻ പറ്റി. അമ്മ മേരി അവനെ താലോലിച്ചു, മടിയിലിട്ടുറക്കി, മുലപ്പാൽ കൊടുത്തു വളർത്തി. ഹ്യൂമാനിറ്റി ടച്ച്ഡ് ഗോഡ്. മനുഷ്യവർഗം ദൈവത്തെ തൊട്ടു, മനുഷ്യവർഗം ദൈവത്തെ കണ്ടു. ബെത്ലഹേമിൽ ആടുകളെ രാത്രി കാവൽ പാർത്തുകൊണ്ടിരുന്ന ഇടയന്മാർ ദൈവത്തെ കണ്ടു. സ്വർഗീയ ഗണങ്ങൾ, മലാഖമാർ, ഊഴം വെച്ച് മുഴുമാലാഖമാരും ബെത്ലഹേം എന്ന ചെറിയ ഗ്രാമത്തിൽ ഇറങ്ങി വന്ന് ദൈവത്തെ കണ്ടു, കൺകുളിർക്കെ കണ്ടു. പേർഷ്യയിൽ നിന്ന് മന്ത്രവാദികളുടെ വലിയൊരു സംഘം, പേർഷ്യൻ മന്ത്രവാദികളുടെ വലിയ ഗണം അവിടെ നിന്ന് പുറപ്പെട്ടു. നാടും നഗരവും ഇളക്കി, നാട്ടാരെ ഇളക്കി. അവിടെ നിന്ന് പുറപ്പെട്ട ആ സാർത്ഥവാഹക സംഘം ബെത്ലഹേമിലെത്തി. അവരും ദൈവത്തെ കണ്ടു. ആ പുൽക്കൂട്ടിൽ കടത്തുമ്പോൾ അവിടെ നിന്ന കന്നുകാലികൾ ദൈവത്തെ കണ്ടു. ഇവരെക്കാളെല്ലാം ആദ്യം മനുഷ്യവർഗത്തിൽ നിന്ന് പരിശുദ്ധ കന്യകാമറിയം ആദ്യം ദൈവത്തെ കണ്ടു. ദൈവത്തെ ആദ്യമായി കണ്ടത് പരിശുദ്ധ അമ്മയാണ്. ആ ദൈവത്തെ കണ്ടു, ദൈവത്തെ കേട്ടു. ആ കരച്ചിൽ, ദൈവത്തെ തൊട്ടു. ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ തൊട്ടതും ഞങ്ങൾ അടുത്ത് എന്ന് വീക്ഷിച്ചതും. The invisible God, he made himself visible. He became audible. He became tangible. കാണാൻ പറ്റുന്നവനായി, കേൾക്കാൻ പറ്റുന്നവനായി, തൊടാൻ പറ്റുന്നവനായി നമ്മുടെ ഇടയിൽ പാർത്തു. കൃപയും സത്യവും നിറഞ്ഞു നമ്മുടെ ഇടയിൽ പാർത്തു. ഇതാണ് യോഹന്നാൻ ശ്ലീഹായുടെ ക്രിസ്തുമസ് വിവരണമാണ്. He dwelt among us with full of grace and truth. പരിജ്ഞാനപ്രകാരമല്ലാതെ എരിവുള്ള യഹൂദനെ പോലെയല്ല, പരിജ്ഞാനപ്രകാരം നടക്കുവാൻ, പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാത്തിനെയും ഇടിച്ചു കളയുവാനുള്ള ഒഡാസിറ്റിയോടെ മുന്നേറുവാൻ. ദാറ്റ് ഈസ് ഗോസ്പൽ ആൻഡ് ദാറ്റ് ഈസ് ക്രിസ്ത്യൻ ലൈഫ്. ദിസ് ഈസ് ഗ്ലോറിയസ് ഗോസ്പൽ. May God bless you.
രക്ഷാകരമായൊരു സുവിശേഷം, ആദാമിനെ നീതിമാനാക്കിയ ദൈവത്തിൻ കരുണയിൻ സുവിശേഷം, പാപവിമോചനം പാപവിമോചകനായൊരു സുവിശേഷം, ആദാ